കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഐശ്വര്യയെ പെണ്ണു കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഐശ്വര്യയുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുക്കൻ ആരാണെന്ന് ചോദിച്ചില്ലെന്ന് സുധീഷ് സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്. ആ ഞാൻ ചോദിച്ചു, ആരോ ആണെന്നാ പറഞ്ഞേ എന്ന് സുഭാഷ് പറയുമ്പോൾ ആരോ എന്നോ എന്ന് സംശയത്തോടെ നികേഷ് ചോദിക്കുന്നുണ്ട്. ആ ബെസ്റ്റി എന്നവൻ പെട്ടെന്ന് ഓർത്തെടുത്ത് പറയുമ്പോൾ ബെസ്റ്റിയോ എന്ന് ചോദിച്ച് എല്ലാവരും ഒരു ഞെട്ടലോടെ അവനെ നോക്കുന്നുണ്ട്. സുധീഷ് പെട്ടെന്ന് കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തുമ്പോൾ എന്താടാ ഈ ബെസ്റ്റി എന്ന് വെച്ചാൽ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അത് ഈ ഫ്രണ്ടിന്റെയും ബോയ് ഫ്രണ്ടിന്റെയും ഇടയിലുള്ള ഒരു കാറ്റഗറിയാ എന്ന് സുധീഷ് പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവാത്ത പോലെ എന്താ എന്ന് സുഭാഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അത് പറഞ്ഞ ഏട്ടന് മനസ്സിലാവില്ല, ഏട്ടനൊരു പാവ, അത് വിട്ടേക്ക്, നമുക്ക് പോവാം എന്ന് പറയുന്നുണ്ട്. സുഭാഷ് നികേഷിനോടായി എന്താടാ ഈ ബെസ്റ്റി എന്ന് വെച്ചാ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വളരെ അടുത്ത ഒരു കൂട്ടുകാരൻ, അങ്ങനെയാ സുഭാഷ് ഏട്ടാ എന്ന് നികേഷ് പറയുന്നുണ്ട്. വളരെ അടുത്ത ഫ്രണ്ടോ എന്നവൻ ചോദിക്കുമ്പോൾ ആ അതേ എന്നും പറയാണ്. അപ്പോഴേക്കും നിധി മൊബൈലിൽ നോക്കി നികേഷ് ആ കുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, നീ ഒന്ന് നോക്കിയേ എന്ന് നികേഷിനോടായി പറയുന്നുണ്ട്. നികേഷ് അതെടുത്ത് ഒരു അമ്പരപ്പോടെ നോക്കുന്നത് കണ്ട് എന്താടാ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഏട്ടൻ തന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞ് സുധീഷിന് മൊബൈൽ കൊടുത്ത് സുധീഷ് ആ അക്കൗണ്ട് നോക്കുന്നുണ്ട്. സുധീഷ് മെല്ലെ നിധിയെ നോക്കുമ്പോൾ സുഭാഷ് ഏട്ടനോട് പറയല്ലേ എന്നവൾ മെല്ലെ പറയുന്നുണ്ട്. സുധീഷ് പെട്ടെന്ന് ദാ നിന്റെ ഫോൺ നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് നികേഷിന് കൊടുക്കാണ്. ആ കുട്ടി കണ്ട പോലെയൊന്നും അല്ലെന്ന് തോന്നുന്നു എന്ന് നിധി പറയുമ്പോൾ ആ കുട്ടിയെ നിങ്ങൾക്കൊക്കെ ഇഷ്ടായോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടന് ഇഷ്ടായോ എന്ന് അവർ തിരിച്ചു ചോദിക്കുമ്പോൾ ഇന്നേ വരെ ഞാനൊരു കുട്ടിയെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. അതിന് അവരൊരു അവസരം തന്നിട്ടുണ്ടോ, അതിനു മുന്നേ സുഭാഷ് ഏട്ടനെ ഇഷ്ടായില്ല എന്ന് അവർ വിളിച്ചു പറയാറില്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ എന്താ സുധീഷ് ചെയ്ത് സുഭാഷ് ഏട്ടൻ എന്താ പറയുന്നതെന്ന് മുഴുവൻ കേൾക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് പറ സുഭാഷ് ഏട്ടാ എന്ന് നിധി പറയുന്നുണ്ട്. അത് പിന്നെ ഒരു കുട്ടിയെയും ഇഷ്ടമല്ല എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് ഞാൻ കരുതുന്നത്, പക്ഷേ ഈ കുട്ടി എന്ന് സുഭാഷ് പറയുമ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ സാരമില്ല, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം എന്ന് നികേഷും പറയുന്നുണ്ട്. അതല്ലടാ, ആ കുട്ടി പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, ഷോപ്പിംഗ്, ട്രിപ്പിംഗ്, ചിൽ പാർട്ടി, അങ്ങനെ ആ കുട്ടി പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നേ എന്ന് സുഭാഷ് പറയുമ്പോൾ വേണ്ടെങ്കിൽ വേണ്ട സുഭാഷ് ഏട്ടാ എന്ന് നിധിയും പറയുന്നുണ്ട്. അത് തന്നെ, അത് നമുക്ക് വിട്ടേക്കാം സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഹാവു ഇപ്പോഴാ എനിക്കൊരു ആശ്വാസമായത്, സുധീഷ് ഏട്ടാ വണ്ടി എടുക്ക് എന്ന് നികേഷും പറയുന്നുണ്ട്. സുധീഷും സന്തോഷത്തോടെ വണ്ടിയെടുത്ത് അവിടുന്ന് പോവാണ്. പിന്നീട് അടുക്കളയിൽ സുഭാഷിനെ സഹായിക്കുകയാണ് നിധി. നിധി തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടെ ചുമക്കുന്നുണ്ട്. എന്താ മോളെ മതി, മോള് പോയി റെസ്റ്റ് എടുത്തോ എന്ന് സുഭാഷ് പറയുമ്പോൾ വേണ്ട ഇത് കുറച്ചേ ആയുള്ളൂ എന്ന് നിധി പറയുന്നുണ്ട്. അത് മതി, കുഴപ്പമില്ല, മോള് പോയിക്കോ എന്ന് സുഭാഷ് നിർബന്ധിക്കുമ്പോൾ ഇത്ര മതിയോ എന്നവള് ചോദിക്കുന്നുണ്ട്. ആ മതി, ധാരാളം എന്ന് സുഭാഷ് പറയുമ്പോൾ അവള് ശരിയെന്നും പറഞ്ഞ് ഡൈനിങ് ഹാളിലേക്ക് പോകുന്നുണ്ട്. അവിടെ സുഭാഷും നികേഷും സുധീഷും ഒക്കെ സംസാരിച്ചിരിക്കുകയാണ്. എന്താ എല്ലാവരും കൂടെ വലിയ തമാശയാണെന്ന് തോന്നല്ലോ എന്ന് നിധി പറയുമ്പോൾ അല്ല ഏടത്തി, ഹരീഷേട്ടനും ബെസ്റ്റിയുടെ അർത്ഥം എന്താണെന്ന് അറിയില്ല, പ്രായം കുറവാണെങ്കിലും ഈ കാലത്തെ ട്രെൻഡൊന്നും ഹരീഷേട്ടൻ അറിയില്ല, അത് നമ്മുടെ സുധീഷേട്ടൻ എല്ലാ ഉടായ്പകളും അറിയാം, ഏതായാലും ചോദിച്ചതല്ലേ അതിന്റെ അർത്ഥം അങ്ങ് പറഞ്ഞു കൊടുത്തേക്ക് എന്ന് നികേഷ് സുധീഷിനോട് പറയുന്നുണ്ട്. അത് കേട്ട് സുധീഷ് ഹരീഷിനോടായി എടാ അത് ഈ ബെസ്റ്റ് എന്ന് വെച്ചാൽ ബെസ്റ്റ് ഫ്രണ്ടിനും ബോയ് ഫ്രണ്ടിനും ഇടയിലുള്ള ഒരു കാറ്റഗറിയാ, ഈ ബെസ്റ്റുകൾ ചില നേരങ്ങളിൽ ബെസ്റ്റ് ഫ്രണ്ടായും ചില നേരങ്ങളിൽ ബോയ് ഫ്രണ്ടായും പെരുമാറാറുണ്ട്, കറക്റ്റ് അല്ലേടാ നികേഷ് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ കറക്റ്റാ, വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി വിശദീകരിക്കാം എന്ന് പറഞ്ഞ് നികേഷ് സുധീഷിന്റെയും ഹരീഷിന്റെയും അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അതായത് ഈ ബെസ്റ്റുകൾ ചില നേരങ്ങളിൽ വലിയ ഡേഞ്ചറസ് ആയി മാറും, അതായത് ചിലപ്പോൾ ഒരു പെണ്ണും ചെറുക്കനും കമ്മിറ്റഡ് ആയെന്ന് വയ്ക്കാം, അവൾക്ക് ഒരു ബെസ്റ്റി ഉണ്ടെങ്കിൽ അവനായിരിക്കും ആ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാര, ആ പെൺകുട്ടിയെ അവനിൽ നിന്നും അകറ്റുന്ന എല്ലാവരെയും ബെസ്റ്റി വൈറസ് ആക്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ചിലപ്പോൾ ബെസ്റ്റുകൾ നല്ലവരായും പ്രവർത്തിക്കാറുണ്ട്, ആ വാക്ക് സൂചിപ്പിക്കും പോലെ അവർ എല്ലാ കാലത്തും നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്ത് ആ പെൺകുട്ടിയുടെ ഒപ്പമുണ്ടാവും, മനസ്സിലായോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഓഹോ, അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ രണ്ടുപേരുടെ കാര്യത്തിൽ മൂന്നാമതൊരാൾ ഇടപെടുന്നത് എന്തിനാ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഇതാ ഹരീഷ് ഏട്ടാ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറയുന്നത്, അല്ല ഹരീഷ് ഏട്ടാ ഇപ്പോഴേ ഈ ലവ് ആൻഡ് റിലേഷൻഷിപ്പിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു എന്ന് നികേഷ് പറയുമ്പോൾ ഓഹോ അപ്പൊ നീയാണല്ലേ മാസ്റ്റർ എന്ന് സുധീഷ് നികേഷിനോടായി ചോദിക്കുന്നുണ്ട്. മൈക്ക് ചേഞ്ച് ചെയ്യണോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഹേയ് വേണ്ട വേണ്ട കണ്ടിന്യൂ ചെയ്തോ എന്ന് നിധിയും പറയുന്നുണ്ട്. അതായത് ഒരാളെ വൈബ് ചെക്ക് ചെയ്ത് ക്രിസ് അടിക്കുമ്പോഴേക്കും ഒരാളെ സ്റ്റാൻഡ് ബൈ ആയി നിർത്തും, അഥവാ ഇവനോ ഇവളോ പോയാലും ലൈവായി കൂടി നിർത്തുന്ന ബെഞ്ചിങ്ങും ഉണ്ട്, ഒരേ സമയം പലയാളെ റെസ്റ്റ് എടുക്കുന്ന കുഷ്യനിങ്ങും ഉണ്ട്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക ആളുകളുമായി റിലേഷൻഷിപ്പ് വയ്ക്കുന്ന സിറ്റുവേഷൻഷിപ്പും ഉണ്ട്, പിന്നെ ഗ്യാസ് ലൈറ്റിങ്, റെഡ് കമ്പിങ്, ലവ് ബോംബിങ്, കാസ്റ്റിംഗ്, അങ്ങനെ ഓരോ ദിവസവും വളർന്നു വലുതാവുന്ന വലിയൊരു ലോകമാണ് ജെൻസി ലോകം. അതിന് മുന്നിൽ പകച്ചു പതറി നിൽക്കുന്ന ഒരു പയ്യൻ മാത്രമാണ് എന്ന് നികേഷ് പറയുമ്പോൾ അയ്യോ പാവം, എടാ നീ മാത്രല്ല ഞാനും ജെൻസിയാ എന്ന് സുധീഷും പറയുന്നുണ്ട്.
അതെങ്ങനെ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ 97 കഴിഞ്ഞ് ജനിച്ച് എല്ലാവരും ജെൻസിയിൽ പെടും എന്ന് സുധീഷ് പറയുമ്പോൾ അതിന് സുധീഷ് ഏട്ടൻ 95 ആയി പോയില്ലേ എന്ന് ഹരീഷും പറയുന്നുണ്ട്. അത് 2 വർഷമല്ലേ, അത് കുഴപ്പമില്ല, സീനിയർ കാറ്റഗറിയിൽ പെട്ടോളും. യു ആർ മില്യനെയർ. ഞങ്ങൾ 3 പേരും ജെൻസികൾ. ജെൻസികളുടെ പ്രധാന ഗുണങ്ങൾ എന്താണെന്ന് അറിയാമോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ എന്താണെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഞങ്ങളാരും ആരോടും കള്ളൊന്നും പറയാറില്ല എന്ന് നികേഷ് പറയുന്നുണ്ട്. പക്ഷേ കേട്ടെടുത്തോളം സുഭാഷ് ഏട്ടന് അങ്ങനെ ഒരു കുട്ടി വേണ്ട എന്നാ തോന്നുന്നേ എന്ന് ഹരീഷ് പറയുമ്പോൾ അതെ, അത് ശരിയാ, സുഭാഷ് ഏട്ടനുള്ള പെൺകുട്ടി എവിടെയോ ഉണ്ട് എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുനന്ദ അടുക്കളവാതിലിലൂടെ വന്ന് സുഭാഷ് ഏട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. ശബ്ദം കേട്ട് ഹരീഷും നികേഷും സുധീഷും ഒക്കെ അങ്ങോട്ട് പോയി. എടി നീ എന്താടി ഇങ്ങോട്ട് വന്നേ എന്ന് സുനന്ദയോടായി ചോദിക്കുന്നുണ്ട്. അത് കേട്ട് സുനന്ദ വിഷമത്തോടെ അവരെ നോക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയേ, ഞാൻ നോക്കിക്കോളാം എന്ന് നിധി പറഞ്ഞ് അവരെ അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അവർ 3 പേരും ദേഷ്യത്തോടെ ഡൈനിങ് ഹാളിൽ പോയി ഇരിക്കുകയാണ്. അപ്പോഴേക്കും സുഭാഷും നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് സുനന്ദയോടായി ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടനും എന്നോട് ഇങ്ങനെയാണോ ചോദിക്കുന്നേ എന്ന് സുനന്ദ വിഷമത്തോടെ സുഭാഷിനോട് പറയുമ്പോൾ അന്നിവിടെ നീ വന്നപ്പോഴുണ്ടായ പ്രശ്നങ്ങളൊക്കെ നിനക്കറിയില്ലേ? നിന്റെ അച്ഛൻ വന്ന് എന്നെ എത്ര തല്ലി, അതും പോരാഞ്ഞ് ഒന്നും അറിയാത്ത ഇവരെ കൂടി പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേ എന്ന് സുഭാഷ് പറയുമ്പോൾ സുഭാഷ് ഏട്ടാ ആദ്യം ഇവൾ വരും, പിന്നെ അവളുടെ അച്ഛനും അമ്മയും പുറകെ വരും, ഒന്ന് പറഞ്ഞു വിടാൻ നോക്ക്, കാണുമ്പോൾ തന്നെ കലി വരുന്നു എന്ന് സുധീഷ് ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നുണ്ട്. വീട്ടിൽ ആരുമില്ല, എല്ലാവരും പുറത്തു പോയിരിക്കുക, അച്ഛമ്മ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ എന്ന് സുനന്ദ പറയുമ്പോഴേക്കും അവരുടെ അച്ഛനും ഒരു സൈക്കിളിൽ അങ്ങോട്ടേ വരുന്നുണ്ട്. എനിക്ക് സുഭാഷ് ഏട്ടനെ ഒന്ന് കാണണമെന്നും ഒന്ന് മിണ്ടണം എന്നൊക്കെ തോന്നി, അതാ ഞാൻ അവരില്ലാത്ത നേരം നോക്കി ഇങ്ങോട്ട് വന്നത് എന്ന് സുനന്ദ പറയുമ്പോഴേക്കും അവരുടെ അച്ഛനും അകത്തേക്ക് കയറി വരുന്നുണ്ട്. സുനന്ദേ നീ ഒന്ന് പോവാൻ നോക്ക്, ഇനി നിന്റെ അച്ഛനും അമ്മയും ഇതും കണ്ട് കയറി വന്നാൽ വീണ്ടും കുഴപ്പമാവും എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അവരുടെ അച്ഛനും അകത്തേക്ക് കയറി വന്ന് എടി പേട്ട് കഴുതേ, എന്തിനാടി എൻ്റെ വീട്ടിലേക്ക് വന്നേ? നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞു വിട്ടതാണോ? നീ മുമ്പേ ചെല്ലേ, പിന്നാലെ ഞങ്ങൾ വന്നോളാം, എന്നിട്ട് അവരെ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കയറ്റാന്ന്. എടി നിന്റെ അമ്മ ആ പൂതനയും അച്ഛൻ കടോൽക്കജനും അമ്മാവൻ ശകടാസുരനും ഈ വീടുമായി ഒരു ബന്ധമില്ലാന്ന് തീരുമാനിച്ചവരാ. ഞാനും അങ്ങനെ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് നീ മാത്രം സ്നേഹവുമായി ഇങ്ങോട്ട് വരണ്ട, കേട്ടല്ലോ. അന്ന് നിന്റെ അച്ഛൻ ഇവരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയപ്പോൾ നീ വീടിനകത്ത് കുത്തിയിരിക്കലായിരുന്നോ? നീയാണ് ഈ വീട്ടിൽ ആദ്യം വന്നതെന്ന് പറയാൻ ഇവർ നിന്റെ കാൽക്കൽ വീഴണമായിരുന്നോ? ആദ്യം നീ ഒരു പാവാണെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോൾ എനിക്കും സംശയമുണ്ട്, നിന്നെ വെച്ച് ആ ശകടാസുരനും പൂതനയും എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കാണോന്ന്. നീ അവരുടെ ഒരു പിടിയാളാവുന്നു അല്ലേടി എന്ന് ഭാസ്കരൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും അല്ല ഭാസ്കര മാമ എന്ന് സുനന്ദയും കരച്ചിലോടെ പറയുന്നുണ്ട്. ഒരു ഭാസ്കര മാമ, ഇനി മാമനുമില്ല ഒരു കുമ്മനുമില്ല. ഇപ്പൊ ഇറങ്ങിക്കൊള്ളണം എന്റെ വീട്ടിൽ നിന്ന്. ഇനി നീ എന്റെ വീട്ടുകാരി വന്നാലുണ്ടല്ലോ, നിന്റെ അച്ഛനും അമ്മയും എന്നെ പറ്റി പറഞ്ഞു നടക്കുന്ന ആ സ്ഥിരം പല്ലവിയില്ലേ, അതെന്താണെന്ന് നീ അറിയും. അത് കേട്ട് സുഭാഷും അച്ഛാ ഒന്ന് നിർത്ത്, മതി എന്ന് പറയുമ്പോൾ എടാ നീ നിർത്ത്, നിന്നെ നന്നാക്കാനല്ല നശിപ്പിക്കാനാ ഇവളുടെ ഈ വരവ് എന്ന് ഭാസ്കരൻ പറയുമ്പോഴും നിധിയും അച്ഛാ മതി എന്നും പറഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ട്. ഇവളോട് ആദ്യം ഇറങ്ങിപ്പോവാൻ പറമോളെ, ഇനിയും എന്റെ വായിന്ന് കെട്ടതെന്തെങ്കിലും കേൾക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോടി ഈ വീട്ടിൽ നിന്ന് എന്ന് ഭാസ്കരൻ പറയുമ്പോൾ സുനന്ദ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് നിന്നോടല്ലേ ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് എന്ന് ഭാസ്കരൻ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും സുനന്ദയും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി പോകുന്നുണ്ട്. പിന്നീട് രാത്രിയിൽ നിധിയും സുധീഷും കാറിൽ പുറത്ത് സംസാരിക്കാനായി പോകുന്നുണ്ട്. നിധി എന്തോ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് ഹലോ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അല്ല, ഇന്ന് സുനന്ദ വന്ന കാര്യം ആലോചിക്കായിരുന്നു എന്ന് നിധിയും പറയുന്നുണ്ട്. അവളെ പറ്റി എന്താ ഇത്ര ആലോചിക്കാൻ? അത് പറയാനാണോ എന്നെ ഈ രാത്രി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്താലോ, ആരും അറിയാതെ സുനന്ദയുടെയും സുഭാഷേട്ടന്റെയും കല്യാണം നടത്തിയാലോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷും ഒരു ചിരിയോടെ ഇയാക്കിതെന്തു പറ്റി, ഇതൊക്കെ ഇത്ര സിമ്പിളായിട്ടാണോ പറയുന്നേ? കല്യാണം നടത്താന്നൊക്കെ വെച്ചാൽ അത്ര ചെറിയ കാര്യമാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അത് ശരിയല്ലേ, പരസ്പരം ഇഷ്ടമുള്ളവരാണെങ്കിൽ പിന്നെ വേറെന്താ തടസ്സം എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ, ഞാൻ സുനന്ദയെ എന്തെങ്കിലും പറഞ്ഞ് അമ്പലത്തിൽ എത്തിച്ചോളാം, അവിടുന്ന് നമുക്ക് കല്യാണം നടത്താം എന്ന് നിധി പറയുമ്പോൾ നിധി എന്തിനാ ഇങ്ങനെ നടക്കാത്ത കാര്യമൊക്കെ ചിന്തിക്കുന്നേ, അതിന് സുനന്ദയും തയ്യാറാവണ്ടേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതല്ല സുധീഷേ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവൾ വീണ്ടും സുഭാഷേട്ടനെ തേടി വീട്ടിലേക്ക് വരുന്നില്ലേ, എനിക്കെന്തോ അവളെ കാണുമ്പോൾ വിഷമാവുന്നു. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എത്ര തവണയാ ആ കല്യാണം വേണ്ടാന്ന് ഞാൻ അവരോട് പറഞ്ഞത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, പിന്നെ നിനക്ക് മാത്രം എന്താ കുഴപ്പം എന്നായിരുന്നു അവരുടെ ചോദ്യം. ആ അവസ്ഥയൊന്നും മറികടക്കാൻ ഞാൻ പെട്ട പാട് എനിക്കേ അറിയാവുള്ളൂ എന്ന് നിധി പറയുമ്പോൾ നിധി, ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം പറയാം, ആ കല്യാണം വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം നിധിക്കുണ്ടായിരുന്നു, പക്ഷേ സുനന്ദയ്ക്ക് അതില്ല, സുനന്ദയ്ക്ക് അതിന് കഴിയില്ല എന്ന് സുധീഷ് പറയുമ്പോൾ അന്ന് ഞാനും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിൽക്കായിരുന്നു. ഇയാൾ തന്ന ധൈര്യം കൊണ്ടല്ലേ ഞാൻ അതിന് മുതിർന്നത്. തിരുവനന്തപുരത്തേക്ക് പോവാം, അവിടെ ഒരു ജോലി നോക്കാം എന്നൊക്കെയുള്ള പ്രതീക്ഷ നിങ്ങൾ എനിക്ക് തന്നിരുന്നു. പക്ഷേ സുനന്ദയ്ക്ക് അങ്ങനെ ഒരു ഹോപ്പ് കൊടുക്കാൻ ആരുമില്ല.
ഇഷ്ടപ്പെടാത്ത ഒരു വിവാഹം അവൾ ചെയ്യേണ്ടി വന്നാൽ അത് അവളെ കൂടുതൽ കഷ്ടത്തിലാക്കും. എൻ്റെ ഒരു കൂട്ടുകാരി ഇങ്ങനെ ഒരു വിവാഹം കഴിഞ്ഞിട്ട് 3 മാസം കൂടി അവിടെ നിന്നില്ല. ഇൻ കേസ് സുനന്ദയുടെ ജീവിതം അങ്ങനെ ആയാലോ എന്ന് നിധി ചോദിക്കുമ്പോൾ അതവരുടെ പ്രശ്നമല്ലേ, നമ്മൾ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നേ? ഇന്ന് സുനന്ദ നമ്മുടെ വീട്ടിലേക്ക് വന്നത് ഓർത്തിട്ടാണോ ഇയാൾ ഇതൊക്കെ പറയുന്നേ? എങ്കിൽ അതൊക്കെ വിട്ടേക്ക്. അവൾ ഇതൊക്കെ കാലങ്ങളായിട്ട് ചെയ്യുന്നതാ. കല്യാണം കഴിഞ്ഞു പോയാൽ പിന്നെ അവൾ ഈ സൈഡിലേക്ക് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് അതൊന്നോർത്ത് ഇയാൾ വിഷമിക്കണ്ട, ഇയാളത് വിട്ടേക്ക് എന്ന് സുധീഷും പറയുന്നുണ്ട്. സത്യത്തിൽ സുനന്ദയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യാനുള്ള ധൈര്യമില്ലാത്തോണ്ടാ. നമ്മൾ ആരെങ്കിലും അവൾക്കൊരു സഹായം ചെയ്യുമെന്ന് അവൾ ചിലപ്പോൾ മനസ്സിൽ കരുതുന്നുണ്ടെങ്കിലോ? ഒരു പക്ഷേ അതാണെങ്കിലോ അവളുടെ ജീവിതം ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് നിധി ടെൻഷനോടെ പറയുമ്പോൾ, നിധി, ഞാൻ ഈ ലവിന് എതിരൊന്നുമല്ല. പക്ഷേ പെൺകുട്ടി കൂടി ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ അവളെ തൂക്കിയെടുത്ത് വിവാഹം നടത്താനൊന്നും പറ്റില്ല. ഇനി നമ്മൾ അങ്ങനെ ഒരു സാഹസം നടത്തിയാൽ തന്നെ സുഭാഷ് ഏട്ടൻ അതിന് സമ്മതിക്കൂല എന്ന് സുധീഷ് പറയുമ്പോൾ, എങ്കിലും നമ്മളും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് നിധി പറയുമ്പോൾ, പക്ഷേ അതിന് ഇയാൾ തിരഞ്ഞെടുത്ത രണ്ടുപേരും ശരിയല്ല. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടം തുറന്നു പറയാൻ കൂടിയുള്ള ധൈര്യമില്ല. അങ്ങനെയുള്ളവരെയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ എന്ന് സുധീഷ് പറയുമ്പോൾ, എനിക്ക് മനസ്സിലായി പക്ഷേ എന്ന് നിധി പറയുന്നുണ്ട്. എങ്കിലേ ഇയാൾ ആ പക്ഷയുടെ കാരണം കൂടി ഒന്ന് പറ, ഞാൻ അതും കൂടി ക്ലിയർ ആക്കി തരാം എന്ന് സുധീഷ് പറയുമ്പോൾ, എന്തോ മനസ്സിലൊരു വിഷമം എന്ന് നിധിയും പറയുന്നുണ്ട്. നിധി, ഈ വിഷമം കൊണ്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ ഉറക്കം വരില്ല കേട്ടോ എന്ന് സുധീഷ് പറയുമ്പോൾ, അതിനുള്ള സൊല്യൂഷൻ ഇയാളുടെ കയ്യിലില്ലല്ലോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഇല്ലടോ എന്ന് സുധീഷ് പറയുമ്പോൾ, അപ്പോൾ ഓക്കെ എന്നും പറഞ്ഞ് നിധി കാറിൽ കയറുന്നുണ്ട്. സുധീഷും വേഗം തന്നെ പോയി കാർ എടുത്ത് വീട്ടിലേക്ക് പോവാണ്. പിറ്റേന്ന് രാവിലെ അമ്പലത്തിലെത്തിയ നിധി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു മരച്ചുവട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുനന്ദയും പ്രാർത്ഥിച്ച് തിരിയുമ്പോഴേക്കും നിധിയെ കാണുന്നുണ്ട്. സുനന്ദ വേഗം നിധിയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും, അമ്മ വന്നില്ലേ എന്ന് നിധി ചോദിക്കാണ്. ഇല്ല എന്ന് സുനന്ദ പറയുമ്പോൾ, എങ്കിൽ ശരി, നീ പോയി തൊഴുതിട്ട് വാ എന്ന് നിധി പറയുമ്പോൾ, സുനന്ദ നിധിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ഞാൻ ഇന്നലെ വീട്ടിലേക്ക് വരരുതായിരുന്നു അല്ലേ എന്ന് സുനന്ദ പറയുമ്പോൾ, നീ എപ്പോഴും പറയുന്നതല്ലേ ഇത്, വരരുതായിരുന്നു, മിണ്ടരുതായിരുന്നു എന്നൊക്കെ. നിനക്ക് അങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുമോ സുനന്ദേ എന്ന് നിധി ചോദിക്കുമ്പോൾ, ഇന്നലെ സുഭാഷ് ഏട്ടൻ എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി നിധി. സുഭാഷ് ഏട്ടൻ്റെ കൂടെ എല്ലാം ഇട്ടെറിഞ്ഞു പോയി ജീവിക്കാൻ ഇടയ്ക്ക് എനിക്ക് തോന്നും. പക്ഷേ അതിനുള്ള ധൈര്യവും കിട്ടുന്നില്ല. കല്യാണത്തിന്റെ ദിവസം എടുക്കുന്തോറും എനിക്കാകെ പേടിയാവുക നിധി. ആ ചെറുക്കനിപ്പോൾ ഇടയ്ക്കെന്നെ വിളിക്കാറൊക്കെയുണ്ട്. എന്തു പറയണമെന്നോ സംസാരിക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല. വീട്ടിലെല്ലാവരും കല്യാണ തിരക്കിലാ. എനിക്കാണെങ്കിൽ എന്നെ കൊല്ലാൻ കൊടുക്കുന്നത് പോലെയാ തോന്നുന്നത്. അതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് ഓടി വരുന്നേ. കണ്ണടച്ച സുഭാഷ് ഏട്ടൻ്റെ മുഖമാണ് മനസ്സിൽ തെളിയുന്നത്. സുഭാഷ് ഏട്ടനെ എനിക്ക് ഇത്രയും ഇഷ്ടമായിരുന്നെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് നിധി. ഒരു കാര്യം നമുക്ക് നഷ്ടമാവുന്നതെന്ന് തോന്നിയാൽ നമുക്കതിനോടുള്ള ഇഷ്ടം കൂടില്ലേ? അത് നമ്മുടെ മനസ്സിൽ കിടന്നിങ്ങനെ തുടിക്കില്ലേ? സുഭാഷ് ഏട്ടനും അച്ഛനും ഇനി അങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഇറക്കിയപ്പോൾ ഇനി ഒരിക്കലും അങ്ങോട്ട് വരില്ല എന്ന് കരുതിയാ ഇന്നലെ പോയി കിടന്നുറങ്ങിയത്. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് അങ്ങോട്ട് വരാനാ എന്നൊക്കെ സുനന്ദ പറയുമ്പോൾ, ഇത് നിന്റെ ജീവിത, നിനക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നീയാ എന്ന് നിധി പറയുമ്പോൾ, എനിക്ക് സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനുള്ള ധൈര്യമില്ല നിധി. എനിക്കിതാണെന്ന് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് നടത്തി തരാനുള്ള ആളുകളും എൻ്റെ വീട്ടിലില്ല എന്ന് സുനന്ദ പറയുമ്പോൾ, എൻ്റെ ജീവിതവും ഇങ്ങനെയായിരുന്നു സുനന്ദേ. അച്ഛനും അമ്മയൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് തീരുമാനമെടുക്കേണ്ടത് നീയാ എന്ന് നിധി പറയുമ്പോൾ, അപ്പോഴേക്കും സുനന്ദയും കണ്ണൊക്കെ തുടച്ചുകൊണ്ട്, എനിക്ക് സുഭാഷന്റെ കൂടെയാ ജീവിക്കേണ്ടത് എന്ന് പറയുന്നത് കേട്ട് ഒരു ചെറുചിരിയോടെ സുനന്ദയെ നോക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി